ശ്രീ കെ സോമൻ, ഇതിനൊരു പശ്ചാത്തലം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അത് ഡോക്ടർ അംബേദ്കർ നായകനായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ഭരണഘടന, ആ ഭരണഘടന ഏത് രീതിയിലാണ് ഇപ്പോൾ രാജ്യത്ത് ചർച്ചയാകുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കേണ്ടി വരും. ഭരണഘടനയേക്കാൾ മനുസ്മൃതിക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന കാലമെന്ന് ഇത് അല്പം മുമ്പ് മുഖ്യമന്ത്രി അക്കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി പ്രസംഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ബൈറ്റ് കൂടി വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതുകൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ച തന്നെ, ഈ പറയുന്ന ചാതുർവർണ്ണയ ബോധം അല്ലെങ്കിൽ ഒരു സവർണ ബോധം ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ചാതുർവർണ്ണയ ബോധം ഉണ്ടാക്കിയെടുത്ത് ഡോക്ടർ അംബേദ്കറെ പോലുള്ളവർക്ക് പോലും രക്ഷയില്ലാത്ത വിധം, ദൈവത്തെപ്പോലെ കാണുന്ന ഡോക്ടർ അംബേദ്കറെ പോലും അവഹേളിക്കുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പോലും സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഗുരുദേവൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഈ സനാതന ധർമ്മത്തിൻ്റെ വക്താവായി ഗുരുദേവനെ പോലും കാണുന്ന കാഴ്ച കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിൽ BJPയുടെ റോൾ എന്താണ്? ഡോക്ടർ ലാലെ, അങ്ങ് ചോദിക്കുന്ന ചോദ്യം ഈ അങ്ങയുടെ ഇൻട്രോയിലും അങ്ങയുടെ ഈ ചർച്ചയുടെ തലക്കെട്ടുമായി ബന്ധമുള്ളതല്ല. ആചാരങ്ങൾ സനാതനമോ എന്ന ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങ് എന്താണ് കൈരളി TV ഡോക്ടർ ലാല് എന്താണ് സനാതനം എന്ന വാക്കിനെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഏതർത്ഥത്തിലാണ് അങ്ങ് അതിനെ വിവക്ഷിക്കുന്നത്? അതൊന്ന് പറയൂ. കെ സോമൻ, ഈ സനാതനം എന്ന് പറയുന്ന വാക്കിനെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. ഒരിക്കലും മാറ്റാൻ പറ്റാത്ത മതം എന്നുള്ള അർത്ഥത്തിലാണ്. ഒരിക്കലും ഒരു മാറ്റങ്ങളും വേണ്ടാത്ത രീതിയിൽ പൂർണ്ണതയുള്ള ഒരു മതം എന്നുള്ള നിലയ്ക്കാണ് ഈ സനാതന ധർമ്മത്തെ കുറിച്ച് ഞാൻ പല കാര്യങ്ങളും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ സനാതന ധർമ്മത്തിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ ഈ ആചാരങ്ങളെയും കാണാൻ പറ്റുമോ എന്നാണ്. ആചാരങ്ങൾ അങ്ങനെയാണ്, മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ, സനാതന ധർമ്മം പോലെയാണെങ്കിൽ നമ്മുടെ സാമൂഹിക പരിഷ്കരണമൊന്നും നടക്കില്ലല്ലോ. വന്നത്തുനാവിന് പ്രസക്തി ഉണ്ടാവില്ലല്ലോ, ശ്രീനാരായണ ഗുരുദേവന് പ്രസക്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ആചാരങ്ങൾ സനാതനമോ, ആചാരങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണോ, അനാചാരങ്ങൾ സനാതനമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഡോക്ടർ ലാലെ, സനാതനം എന്നത് ശാശ്വതമായ ഒരു സത്യമാണ്. ശാശ്വതമായ സത്യമാണ് സനാതനം. ആ ശാശ്വതമായ സത്യം മാറ്റത്തെ ഉൾക്കൊള്ളുന്നതാണ്. മാറ്റത്തെ ഉൾക്കൊള്ളുന്ന ശാശ്വതമായ സത്യമാണ് സനാതനം. ആ സനാതനത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദൈവതുല്യമായ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് ആചാരങ്ങളും സനാതന സങ്കല്പവും വേറെ വേറെയാണ്. മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സനാതനം. അത് ശാശ്വതമായ സത്യമാണ്. മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന സനാതനമായ ശാശ്വത സത്യത്തെ അവിടെ വക്രീകരിക്കാനും അത് മതവുമായി ബന്ധപ്പെടുത്താനുമൊക്കെ അങ്ങ് നടത്തുന്ന ശ്രമമാണ്. മതമെന്താണ്? മതമെന്നതൊരു അഭിപ്രായമാണ്. മാർക്സിസം ഒരു മതമാണ്. അത് ആരുടെ അഭിപ്രായമാണ്? മാർക്സിൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം കാലാനുസൃതമായി മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതുകൊണ്ട് ലോകത്തത് പരാജയപ്പെട്ടു. അത് ശാസ്ത്രീയമല്ല എന്ന് ലോകത്ത് തെളിയിക്കപ്പെട്ടു. സനാതനമെന്നത് മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കാലദേശാധിവർത്തിയായി നിലനിൽക്കുന്ന ഒരാശയമാണ്. അത് നാടിന്റെ ഉപനിഷത്തിന്റെ കാലം തൊട്ട് ആരംഭിച്ചതാണ്. ഈ നാടിന്റെ കാരണം ഞാൻ നേരത്തെ കണ്ടുപിടിച്ചതല്ല. ഈ ഒരു രീതിയാണ് എന്ന അർത്ഥത്തിൽ സനാതനത്തെ ഞാൻ കൊണ്ടുവന്നതല്ല. മതം അഭിപ്രായമാണെന്നൊക്കെയുള്ള അർത്ഥമൊക്കെ ഞാൻ നാനാർത്ഥമൊക്കെ മലയാളത്തിൽ വാക്കുകളെ കുറിച്ച് ഞാനും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ ഈ സനാതന ധർമ്മം എന്നുള്ളത് കൊണ്ട് വിവക്ഷിക്കുന്നത്. ആ സനാതന ധർമ്മത്തെക്കുറിച്ച് ഞാൻ കേട്ടിടത്തോളം അത് മാറ്റാൻ പറ്റാത്ത ചാതുർവർണ്ണത്തെ ഉൾക്കൊള്ളുന്ന കാലാകാലങ്ങളായി നമ്മുടെ ആർഷഭാരതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ, ഒരു സാമൂഹ്യ രീതിയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമ്പ്രദായമാണ്. അതിൽ വിവിധ സാമൂഹിക പരിഷ്കർത്താക്കൾ പിന്നീട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തിയതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളിപ്പോൾ ഗുരുദേവൻ്റെ മാറ്റങ്ങളെ കാണുന്നത്.
എവിടെയാണ് താങ്കൾ പറഞ്ഞ നിർവചനം? സനാതനം മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഒരു 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 അഭിപ്രായത്തിൻ്റെ സമന്വയമാണെന്ന് താങ്കൾ പറഞ്ഞ നിർവചനം എവിടെ കാണുന്നു? ഏത് പുസ്തകത്തിലാണ്? ഡോക്ടർ ലാലെ, സർവചരാചരങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതാണ് സനാതനം. മുഖ്യമന്ത്രി പറഞ്ഞ അബദ്ധ പഞ്ചാംഗമല്ല സനാതനം. സനാതനധർമ്മത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ശിവഗിരിയിൽ ആരോ എഴുതി കൊടുത്ത് വായിച്ച പ്രസംഗമല്ല സനാതനത്തെ സംബന്ധിച്ച് ഈ നാട് വിവക്ഷിക്കുന്നത്. ഡോക്ടർ ലാലെ, ഞാനൊരു അല്പകാര്യം പറഞ്ഞുകൊള്ളട്ടെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശിവഗിരിയിൽ പ്രസംഗിച്ചത് അബദ്ധമാണ്. ആരാണ് ആ പ്രസംഗം എഴുതി കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ബഹുമാനായ ശ്രീ പ്രഭാവർമ്മ എഴുതി കൊടുത്ത പ്രസംഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ പ്രസംഗം എഴുതി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ശ്രീ PN മനോജാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് മുഖ്യമന്ത്രിയുടെ മരുമകൻ ശ്രീമാൻ റിയാസ് എഴുതി കൊടുത്ത പ്രസംഗമാണ്. ബിജെപിക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ടാകും, താങ്കൾക്ക് ആ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാനുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, ഇന്നത്തെ ദിവസത്തെ ഈ ചർച്ചയുടെ ഉദ്ദേശം താങ്കൾ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗമോ അല്ലെങ്കിൽ BJPയുടെ അതിനുള്ള മറുപടിയോ അല്ല. സനാതനധർമ്മം എന്നാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കേരളത്തിന് അത് മനസ്സിലാക്കേണ്ടതുണ്ടോ? അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? നിങ്ങൾക്കത് അറിയാമോ? അറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് നമുക്ക് ചോദിക്കണോ? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാനാണ്. സനാതനധർമ്മം എന്നുള്ളത് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ അറിവ് ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണോ? അതിൽ മാറ്റമില്ലേ? ഡോക്ടർ ലാലെ, അങ്ങ് ചോദിച്ചോളൂ, അറിയാവുന്നവരോട് ചോദിച്ചോളൂ. ഇവരെ ചാർവാകനെ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു, ചണ്ടാലനെ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ SNDPയുടെ അവസാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് സനാതനമാണ് എന്ന് പറഞ്ഞതാണ് ഞാൻ കാണുന്ന സനാതനധർമ്മത്തെക്കുറിച്ചുള്ള വിശിഷ്ടമായ ഉത്തമമായ കാഴ്ചപ്പാട്. എൻ്റെ അറിവിലുള്ളത് അതാണ്. ഇവിടെ BJP പറയുന്ന സനാതനം അതല്ല. താങ്കൾക്ക് പാർട്ടി മാറേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നത് സനാതനധർമ്മം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് മറ്റൊരു വിധത്തിലാണ് എന്നാണ്.